വയനാട് പടിഞ്ഞാറത്തറ ബാണാസുര സാഗർ ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഷട്ടർ നാളെ തുറക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. വയനാട്ടിൽ ഒറ്റപ്പെട്ട മേഖലകളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ബാണാസുര സാഗർ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്തതിനെ തുടർന്നാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുണ്ടെന്നും പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. ബാണാസുര സാഗർ ഡാമിലെ ജലനിരപ്പ് ഉയരുന്നതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന് വെള്ളം കാരമാൻ തോടിലേക്ക് ഒഴുക്കിവിടേണ്ട സാഹചര്യമാണുള്ളത്. ഡാമിലെ ജലനിരപ്പ് 773.50 മീറ്ററായി ഉയർന്നതോടെ അധിക ജലം കരമാൻ തോടിലേക്ക് ഒഴുക്കിവിടാനായി ഡാം തുറക്കുമെന്നാണ് അറിയിച്ചത്. എനിക്ക് തോന്നുന്നു 50 സെന്റിമീറ്ററും കൂടി എന്ത് ചെയ്യാൻ വെള്ളം കയറാനുണ്ട്. മിക്കവാറും അത് കയറി കഴിഞ്ഞാൽ ഇന്ന് നടപടി തുടങ്ങുന്നതിന്റെ വൈകുന്നേരം 6 മണിന്റെ മുമ്പായിട്ട് തുറക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ തുറക്കുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ രാത്രിക്ക് ഇവർക്ക് തുറക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. അതുകൊണ്ട് രാവിലെ തുറക്കാനാണ് സാധ്യത. മേപ്പാടി മുണ്ടക്കൈയിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് മേലെ മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം എന്നിവിടങ്ങളിലെ ആളുകളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. ചൂരൽമല പുഴ കരകവിഞ്ഞ വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങി. തവിഞ്ഞാൽ പഞ്ചായത്തിലെ ആലാറ്റിൽ ചപ്പുകട കവലയ്ക്ക് സമീപമുള്ള റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. പുഴകളിലും ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയരുന്നതിനാൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. റിപ്പോർട്ടർ, വയനാട്.